ഇത്തവണത്തെ ഏകാദശി വ്രതം ഡിസംബർ 11-നാണ്. ഏകാദശി വ്രതം ഇതുവരെ എടുത്തിട്ടില്ലാത്തവരും എടുത്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉറപ്പായിട്ടും എടുക്കേണ്ട ഏകാദശി വ്രതമാണ് ഗുരുവായൂർ ഏകാദശി. മോക്ഷദ ഏകാദശി എന്നുകൂടി ഇത് അറിയപ്പെടും. ഡിസംബർ 11-നാണ് ഏകാദശി എങ്കിലും ഡിസംബർ 10 തൊട്ടേ നമ്മൾ വ്രതം തുടങ്ങേണ്ടത് ആവശ്യമാണ്. അതായത് ഡിസംബർ 10-ന് നമ്മൾ ഒരിക്കലായിരിക്കണം ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുക. ബാക്കി സമയങ്ങളിൽ സാധാരണ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക. ഇനി ഏകാദശിയുടെ അന്ന് അരിയാഹാരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയ ശേഷം മറ്റു കാര്യങ്ങളൊക്കെ കഴിക്കാം. ഫലവർഗ്ഗങ്ങൾ കഴിക്കാം, പാല് കുടിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. രാവിലെ സൂര്യൻ ഉദിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അടുത്തുള്ള മഹാവിഷ്ണു അമ്പലത്തിൽ പോയിട്ട് തൊഴുക. പറ്റുമെങ്കിൽ മഹാവിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും നല്ലതാണ്. അന്നേ ദിവസം പാൽപായസം നേർച്ചയായിട്ട് നടത്തുന്നതും അതേപോലെ തുളസിമാല കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ്. മറ്റൊരു കാര്യം, രാത്രിയിൽ ഉറങ്ങുമ്പോൾ നിലത്ത് പായ വിരിച്ചുറങ്ങുന്നതാണ് നല്ലത്. പകൽ ഉറങ്ങാൻ പാടില്ല. വ്രതം എടുക്കുമ്പോൾ ഒരു കാരണവശാലും പകൽ ഉറങ്ങുവാനും പാടില്ല. വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നാരായണീയം വായിക്കാവുന്നതാണ്. നാരായണീയം നന്നായിട്ട് അറിയാവുന്നവർ മറ്റ് തെറ്റുകളൊന്നും വരുത്താതെ വായിക്കുന്നത് നല്ലതാണ്. അതും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഇത് സർവ്വസമയവും ജപിക്കുന്നത് നല്ലതാണ്. പരമാവധി 3 നേരവും 108 വട്ടം ചൊല്ലുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇനി അതുമില്ലെങ്കിൽ ഓ നമോ ഭഗവതേ വാസുദേവായ ചൊല്ലിയാലും മതി. വൈകുന്നേരം വരെയും നന്നായിട്ട് ചൊല്ലുക. എപ്പോഴും ഭഗവാനെ ഓർത്തുകൊണ്ടിരിക്കുക, ഭഗവാനെ ജപിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ 7 ജന്മങ്ങളിലെയും പാപം മാറ്റാൻ സഹായിക്കുന്ന ഒരേ ഒരു വ്രതമാണ് ഏകാദശി വ്രതം. ഈ പ്രാവശ്യത്തെ ഗുരുവായൂർ ഏകാദശി എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് മോക്ഷം കിട്ടുകയും നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. കൂടാതെ തന്നെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഫിസിക്കലിയും മെൻ്റലിയും കിട്ടുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഏകാദശി വ്രതം എടുക്കുക. ഒരുപാട് മാറ്റം രോഗാവസ്ഥയ്ക്ക് ഉണ്ടാവുന്നതാണ്. ആ വ്രതം എടുക്കുന്ന ദിവസം ഭഗവാനോട് ആ കാര്യം തന്നെ പ്രാർത്ഥിക്കുക. എൻ്റെ ഈ രോഗം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ച് തന്നെ വ്രതമെടുക്കുക. ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും ഒരുപാട് മാറ്റം വരുത്തും. പ്രത്യേകിച്ച് അമിതമായിട്ട് ഉത്കണ്ഠ, ടെൻഷൻ, സ്ട്രെസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ തന്നെ ഏകാദശി വ്രതം എടുക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. മനസ്സൊക്കെ ഭയങ്കര കൂളാവും, ഭയങ്കര ശാന്തത വരും. നിങ്ങളെ ആരെങ്കിലും എപ്പോഴെങ്കിലും മാനസികമായിട്ട് ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ റിയാക്ട് ചെയ്യാതെ കൂളായിട്ടിരിക്കാനൊക്കെ നിങ്ങൾക്ക് ഏകാദശി വ്രതം എടുക്കുമ്പോൾ ആ ഒരു സിദ്ധി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടെൻഷൻ കൊണ്ട് സ്ഥിരമായിട്ട് ഉറക്കമില്ലായ്മ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഏകാദശി വ്രതം എടുത്തു നോക്കുക. നല്ല ഉറക്കവും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. പഠിക്കുന്ന കുട്ടികളും ഉറപ്പായിട്ടും ഏകാദശി വ്രതം എടുക്കണം. പഠനകാര്യങ്ങളിൽ ഒരുപാട് ഉയർച്ചയുണ്ടാകും, പരീക്ഷകളിൽ വിജയമുണ്ടാകും, നല്ല മെമ്മറി പവറും കോൺസെൻട്രേഷനും ഒക്കെ കിട്ടുന്നതാണ്. പലപ്പോഴും മാനസികമായും ശാരീരികമായും പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് സ്ത്രീകളാണ്. സ്ത്രീകളും ഉറപ്പായിട്ടും എല്ലാ ഏകാദശി വ്രതവും എടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ മാസവും 2 ഏകാദശി വ്രതങ്ങൾ വരാറുണ്ട്. അതിൽ ഒന്നെങ്കിലും എടുക്കാൻ ശ്രമിക്കുക. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശിയാണ് ഈ വരാൻ പോകുന്ന ഡിസംബർ 11 ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂർ പ്രതിഷ്ഠ നടത്തിയ ദിനമാണെന്ന് കൂടി അത് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അന്നത്തെ ഏകാദശി വ്രതത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഉറപ്പായും നിങ്ങൾ എടുക്കുക. അന്ന് തിരക്ക് കാരണം നമുക്ക് ഗുരുവായൂരൊന്നും പോകാനേ കഴിയില്ല. അതുകൊണ്ട് തന്നെ അടുത്തുള്ള മഹാവിഷ്ണുവിൻ്റെയും ശ്രീകൃഷ്ണൻ്റെയൊക്കെ അമ്പലം സന്ദർശിച്ച് നാമജപം നടത്തുക. തലേ ദിവസം അതായത് ഡിസംബർ 10-ന് അരിയാഹാരം ഒരു നേരം മാത്രം കഴിക്കുക. ബാക്കി സമയങ്ങളിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സോ കാര്യങ്ങൾ കഴിക്കാം. ഏകാദശി വ്രതം നോക്കുന്ന ദിവസം അതായത് ഡിസംബർ 11 ഫുള്ള് ഫ്രൂട്ട്സോ കാര്യങ്ങളോ മാത്രം, പാല്, വെള്ളം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം കുടിക്കുക. അരിയാഹാരമോ മറ്റ് ധാന്യവർഗ്ഗങ്ങളോ ഒന്നും കഴിക്കാൻ പാടില്ല. ഫുൾ നാമജപമായിരിക്കണം. 3-ാമത്തെ ദിവസം അതായത് ഡിസംബർ 12-ന് പാരണ സമയം നമ്മൾ നെറ്റിലൊക്കെ ഇൻഫോം ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഇൻഫോം ചെയ്യുന്നതാണ്. ആ ഒരു സമയത്ത് പിറ്റേ ദിവസം രാവിലെയാണ്. ആ സമയത്താണ് നമ്മൾ അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് തുളസി തീർത്ഥം കഴിച്ചിട്ടാണ് ഈ ഒരു ഗുരുവായൂർ ഏകാദശി വ്രതം സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഈ ഒരു വ്രതം നിങ്ങൾ ഈ പ്രാവശ്യങ്ങളൊന്ന് എടുത്തു നോക്കുക. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങൾ അതിന് ശേഷവും കൂടി കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഭഗവാനെ വിശ്വാസമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഹരേ കൃഷ്ണ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നന്ദി.